എൻ്റെ വാപ്പ മഹാനായ ശിശേഖ് തങ്ങളുടെ മുരീദാണ്. അള്ളാഹു തആല വാപ്പക്ക് റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ. എൻ്റെ വാപ്പ ഒരു വലിയ ആലിമല്ല, സാധാരണക്കാരനാണ്. കിതാബൊന്നും ഓതിയ മൊയിലാരല്ല. പക്ഷേ വാപ്പ നല്ലോണം പള്ളിയിൽ പോയി ബാങ്ക് കൊടുക്കും. ഉസ്താദുമാർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. വീട്ടിലൊക്കെ ഭക്ഷണം വളരെ കുറവാണ്, സാമ്പത്തികമായി ഒന്നും ഇല്ലാത്ത കുടുംബമാണ്. എന്തെങ്കിലും പുതിയത് കിട്ടുകയാണെങ്കിൽ, നല്ലൊരു ചക്ക കിട്ടുകയാണെങ്കിൽ അത് മുറിച്ചിട്ട് പള്ളിയിൽ ഉസ്താദ്മാർക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഉസ്താദുമാരെ സ്നേഹിച്ച ഒരാളാണ്. അള്ളാഹു തആല വാപ്പക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ കോളേജിൽ നിന്ന് മിസ്ബാഹി കോളേജിൽ നിന്ന് ഇറങ്ങി 22-23 വർഷമായി. വാപ്പ ഞാൻ ഇറങ്ങി വന്ന് നോമ്പ് 4-ന്, ആദ്യത്തെ ആ നോമ്പ് 4-നാണ് വാപ്പ വഫാത്തായത്. വഫാത്താകുന്നതിന് മുൻപ്, എൻ്റെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് എന്നെയും എൻ്റെ ജ്യേഷ്ഠനെയും വിളിച്ചിട്ട് ഞങ്ങളെ കയ്യിൽ ഒരു പേപ്പർ മടക്കി ചുരുട്ടിയ വളരെ പഴയ ഒരു പേപ്പർ ചുരുട്ടിയ ഒരു സാധനം, നൂല് കൊണ്ടെല്ലാം കെട്ടിയിട്ടുള്ളൊരു സാധനം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ കഫംപുടയിൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പം വാപ്പാനോട് ചോദിച്ചത്, എന്താ നമ്മൾ ആദ്യമായിട്ട് കാണണം ഈ സാധനം? വാപ്പാനോട് ചോദിച്ചത്, എന്താ സാധനം? ഇത് ശൈഖ് തങ്ങളുടെ സിൽസിലയാണ്. ഖാദിരിയ തരീഖത്തിൽ മഹാനായ ശൈഖ് തങ്ങൾ കൊടുത്ത അവിടുത്തെ സനതാണ്. അപ്പം അത് ബാപ്പ നിധി പോലെ സൂക്ഷിച്ച് മരണമാസന്നമായ സമയത്ത് എന്നെ, എൻ്റെ ചേട്ടനും ഒരു മൊയിലാരാണ്, ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിട്ട് ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചതും. ബാപ്പൻ്റെ മരണം ഇപ്പോഴും ഞങ്ങളെ കണ്ണിലിങ്ങനെ കാണുന്നുണ്ട്, ഒന്നൊരു പ്രയാസവും ഇല്ലാതെ. ഞങ്ങളെ വീട് വലിയ കൊട്ടാരമൊന്നുമല്ല, അന്ന് വളരെ ചെറിയ വീടാണ്. അതിന് മുമ്പ് വളരെ ഓലയെല്ലാം മേഞ്ഞ വീടാണ്. അന്ന് പാതിരാ സമയത്ത് ചൂടുകൊണ്ടോ അല്ലെങ്കിൽ കൊതുവെല്ലാം കടിച്ചിട്ട് ഞങ്ങൾ ഉറക്കി ഞെട്ടിയാലും ഉപ്പ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നുണ്ടാവും. എത്രയാണ് ഉപ്പെല്ലാം ദിക്റിയല്ലേ എന്നൊരു പിടുത്തമില്ല. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ എന്നോ ചൊല്ലി കൊടുക്കേണ്ടിയോ മക്കളായ ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഉപ്പ സ്വയഷ്ടം ദിക്റ് ചൊല്ലിയിട്ടാണ് ഉപ്പ മരിച്ചത്. ഞാൻ പറഞ്ഞത്, മൗത്തിന്റെ സമയത്ത് നമുക്ക് പിടുത്തം കിട്ടണമെങ്കിൽ അഹ്ലു ബൈത്തിന്റെ കൈപിടിക്കലാണ് ഏറ്റവും നല്ലത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ മഹാന്മാരായ, അത് പിടുത്തമുള്ള ആലിമായ ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ബാക്കിയാത്തിൽ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നബ്ബറല്ലാഹു ദരീഹഹു, മഹാന്മാരൊക്കെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. അവരുടെ സതീർത്ഥ്യനാണ്, സഹപാഠിയാണ്. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, അള്ളാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. അവരൊക്കെ ചെറുപ്പകാലത്തിലെ ബന്ധം പുലർത്തുകയും ഇജാദത്ത് വാങ്ങുകയും സുഹബത്ത് സൂക്ഷിക്കുകയും ചെയ്ത മഹാന്മാരാണ്. എന്നു മാത്രമല്ല, അവർക്കൊക്കെ മഹാന്മാരോട് നല്ല കണക്ഷനുമാണ്. നീലേശ്വരം ഖാദിയായിരുന്ന ഇ.കെ. മുഹമ്മദ് ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ മരണപ്പെട്ടു പോയി. അള്ളാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഒരു ഓർമ്മക്കുറിപ്പ് മഹാനവറുകൾ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു വഫാത്തിന് കുറച്ച് വർഷമായി, കൊല്ലങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോകുമ്പോൾ ബഗ്ദാദ് വഴിയാണ് ഒരിക്കൽ യാത്ര തിരഞ്ഞെടുത്തത്. കുറെ കൂട്ടത്തിൽ കുറെ ആളുണ്ടായിരുന്നു. ബഗ്ദാദിൽ 15 ദിവസമാണ് താമസിച്ചത്. മഹാനായ ശൈഖ് തങ്ങളുടെ വീട്ടിലേക്ക്, തലശ്ശേരിയിലേക്ക് സ്ഥിരമായി സന്ദർശിക്കുന്ന ആളാണ് മഹ്മൂദ് ഉസ്താദ്. മഹ്മൂദ് ഉസ്താദിന്റെ വീട്ടിൽ പലപ്പോഴും ബഹുമാനപ്പെട്ട തങ്ങളും പോയി താമസിക്കാറുണ്ട്. മഹ്മൂദ് ഉസ്താദ് പറയാണ്, ഹജ്ജിന് പോകുന്ന സമയത്ത് ബഗ്ദാദ് വഴി കറങ്ങി പോകുന്നത് ശൈഖ് തങ്ങളോട് സമ്മതമെടുക്കാൻ വേണ്ടി പോയി. തങ്ങളോട് യാത്ര പറയുമ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബഗ്ദാദിലെത്തിയാൽ ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് സലാം പറയണേ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മഹ്മൂദ് ഉസ്താദ് പറയുന്നു, 15 ദിവസമാണ് ബഗ്ദാദിൽ താമസിച്ചത്. ഒരു വെള്ളിയാഴ്ച രാവ് പാതിരാ സമയത്ത് 12 മണിക്കാണ് സിയാറത്തിന് പോകുന്നത്. കുറേ അവിടെ താമസിച്ചു, കുറേ സിയാറത്തെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് ഉസ്താദ് അവറുകളോട് തങ്ങൾ പറഞ്ഞ സലാമിനെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്. ആ 12 മണി കഴിഞ്ഞ് പാതിരാ സമയത്ത് കുറേ സമയം കഴിഞ്ഞിട്ട് ഓർമ്മ വന്നപ്പോൾ മഹ്മൂദ് ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ ഏൽപ്പിച്ച സലാം ബഹുമാനപ്പെട്ട ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ചാരത്ത് വെച്ച് അവർക്ക് പറഞ്ഞു. അവര് ഹറമിൽ പോയി ഹജ്ജെല്ലാം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട മഹ്മൂദ് ഉസ്താദിന്റെ വീട്ടിലെത്തി. മഹ്മൂദ് ഉസ്താദ് പറയാണ്, വീട്ടിലെത്തിയപ്പോൾ ഒരു ഡയറി എടുത്ത് കാണിച്ചു തന്നു. 3:20 എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. 3:20 ശൈഖ് മുഹ്യിദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ സലാം ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ കാലല്ല, വാട്സപ്പിൽ തങ്ങളെ ഞാനിപ്പോ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് മെസ്സേജ് അയക്കാൻ പറ്റുന്ന കാലല്ല. ഇപ്പൊ 3:20
ഗൗസുല്ലാദം തങ്ങളുടെ സലാം തിരിച്ചു കിട്ടിയത് ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ മഹമ്മൂദ് ഉസ്താദിന് ഇത് കാണിച്ചു നോക്കുമ്പോൾ ഓറ് പറഞ്ഞു, തങ്ങളെ ഈ സമയത്ത് തന്നെയാണ് സലാം പറഞ്ഞത്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ആ സലാം തിരിച്ചു കേട്ടതുപോലെ അനുഭവപ്പെട്ടപ്പോഴാണ് ആ സമയം അടക്കം എഴുതി വെച്ചത്. അപ്പൊ കണക്ഷൻ എന്ന് പറയുന്നത്, സിൽസില എന്ന് പറയുന്നത്, പരമ്പര എന്ന് പറയുന്നത് അതൊരു വലിയ തൗഫീഖും സൗഭാഗ്യവുമാണ്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറുകും തത്ഹീറാ. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോഴൊക്കെ ഫാത്തിമ ബീവിന്റെ അടുക്കൽ പോയിട്ട് പറയും, അസ്വലാഹ് അസ്വലാഹ് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറുകും തത്ഹീറാ. എഴുന്നേൽക്കൂ ഫാത്തിമ, നിസ്കരിക്കൂ, നിങ്ങളെയൊക്കെ ശുദ്ധിയാക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആയത്തിറങ്ങിയപ്പോൾ, വിശുദ്ധമായി ഈ ആയത്തിറങ്ങിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ ബീവിയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ പുറത്ത് ഒരു പുതപ്പ് കൊണ്ടങ്ങ് മൂടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹൗലായി അഹ്ലു ബൈത്തി, അല്ലാഹുവേ ഇവരെന്റെ അഹ്ലു ബൈത്താണ്, ഫഅദ്ഹിബു അൻഹും റിജ്സ വതഹിറുഹും തത്ഹീറാ. ഇവരെ തൊട്ട് മോശമായതെല്ലാം നീ ദൂരീകരിക്കുകയും ഇവരെ നീ ശുദ്ധിയാക്കുകയും ചെയ്യണേ അല്ലാഹ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ മഹാന്മാരായ അഹ്ലു ബൈത്ത് സാദാത്യങ്ങൾ അവര് ആലിമും കൂടിയായ പിന്നെ പറയേണ്ടതില്ല, ആബിദും കൂടിയാണെങ്കിൽ തീരെ പറയേണ്ടതില്ല. സാധാരണ തൊപ്പിയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ തൊപ്പി ഇടാതെ നടക്കുന്ന, ഫാൻറ് കുപ്പായിട്ട് നടക്കുന്ന സയ്യിദ് പോലും അവരമ്പരത്തിൽ കൗകബൻ സയ്യാറാ, അത് ഭൂമിയിൽ വസിക്കുന്നവർ കൻവാറാ. സയ്യിദുമാർ അവർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരനായ ഒരു സയ്യിദിനെ തന്നെ നാം ആദരിക്കണം. ആലിമും നല്ല ആബിദും നല്ല മുർഷിദുമാണെങ്കിലോ അവരെ നന്നായി ഇത്തിബാ ചെയ്യുകയും വേണം, നല്ലോണം അനുസരിക്കുകയും നല്ലോണം ഖിദ്മത്ത് ചെയ്ത് നല്ലോണം സ്നേഹിച്ച് അവരിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഉഖ്റവിയായ മദദ് ഉണ്ടാക്കാൻ പറ്റുക. അതുകൊണ്ട് ദുനിയാവും ആഖിറത്തിലേക്കും ഇടയിലുള്ള ടേണിംഗ് പോയിന്റ് ആണ് മരണം. ആ മരണ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് അഹ്ലു ബൈത്തിനോടുള്ള ബന്ധം. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. പിന്നെ അവിടെ അങ്ങോട്ട് പറയണ്ടല്ലോ, ഖബർ, ഹശ്ർ, നശ്ർ, കിതാബ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അലുൻ നബി ദരിയതി വഹും ഇലൈഹി വസീലതി അർജൂ ബിഹിം ഉഅ്താഗദൻ യുഅ്താഗദൻ ബിയദിൽ യമീനി സഹീഫതി. ആലിമു ഖുറൈശ്, ഖുറൈശി പണ്ഡിതനായ മഹാനായ, ലോകം മുഴുവൻ ഇൽമു കൊണ്ട് നടക്കുമെന്ന് തങ്ങൾ സുവിശേഷം അറിയിച്ച ഖുറൈശി പണ്ഡിതനായ സയ്യിദുന ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയാണ്, എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്താനുള്ള ആലംബവും പിടുത്തവും വസീലയും അഹ്ലു ബൈത്താണ്. അവര് മുഖേന എനിക്ക് നാളെ ആഖിറത്തിൽ വലത് കൈയിൽ കിതാബ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പൊ വിജയിക്കാൻ വേണ്ടി ലോകോത്തര പണ്ഡിതന്മാർ അവരെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്ന പോലെ പറഞ്ഞുകൂടാ. മഹാന്മാരായ അയിമ്മത്തുകളിൽ ശ്രേഷ്ഠരായ, ഇന്നും 45 കോടിയിലേറെ വരുന്ന മോമിനീങ്ങൾ ശാഫിഈ മദ്ഹബുകാരാണ്. ആ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, നാളെ ആഖിറത്തിലെത്തിയാൽ വലത് കൈയിൽ കിതാബ് കിട്ടാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഇവരോടുള്ള മഹബത്ത് കൊണ്ടാണ്. അതാണ് അഹ്ലു ബൈത്ത്. അല്ലാഹു തആല അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. ആ മഹാന്മാരായ അഹ്ലു ബൈത്തിലെ 1912 ജനിച്ച മഹാനായ ശൈഖ് തങ്ങള് നവ്വറല്ലാഹു ദരീഹഹു വനഫഅനാ ബിഹി ആമീൻ. ഞങ്ങളൊക്കെ നാട്ടിൽ പെരുമ്പട്ടാ നേരം തങ്ങൾ പറഞ്ഞതുപോലെ അവിടെയൊക്കെ ഉറൂസിന് തങ്ങൾ വരുമ്പോൾ തങ്ങൾ ഒരു അലങ്കരിച്ച് കൊണ്ടുവരുന്നൊരു പരിപാടിയുണ്ട്. തങ്ങളെ വഫാത്തിന് ശേഷം ഉറൂസ് ഇങ്ങനെ നടക്കലുണ്ട്. അവിടുത്തെ മഹാന്മാരെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. പക്ഷെ ആ ഒരു കൊണ്ടുവരലുണ്ട്, അതിന് നമ്മൾ പണ്ട് ഞങ്ങൾക്ക് ചെറുപ്പത്തിലുള്ള സമയത്തുള്ള കാഴ്ചയാണ്. ഇതിപ്പോ തങ്ങൾ 34 അപ്പൊ എനിക്കിപ്പോ 47 വയസ്സായി. അപ്പൊ ആ ഒരു ചെറിയ പ്രായത്തിലുള്ള കാഴ്ചയാണ്. പക്ഷെ ഓരോ ആ ശൈഖ് തങ്ങൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വക്കാറ്, ശൈഖ് തങ്ങൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൗഢി അതില്ല. അത് ചില മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ്.
ഒരു താമസിക്കുന്ന റൂമിൽ നിന്ന് വീട്ടിൽ നിന്ന് നല്ല ദഫെല്ലാം മുട്ടിയിട്ട് പാതിരാ സമയത്ത് 12 മണിക്ക് ശേഷം മക്കാമിലേക്ക് ഉറ കൊണ്ടുവരുന്ന ഒരു വരവുണ്ട്. ആയിരക്കണക്കിന് മോമിനിയങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അതിനാണ് എല്ലാവരും കാത്തു നിൽക്കുക. ആ വരവ് അതൊരു വല്ലാത്ത സൗഭാഗ്യമുള്ള ഇസ്സത്തുള്ള പ്രൗഢിയുള്ള വരവാണ്. ആ നാട്ടിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, ബഹുമാനപ്പെട്ട തങ്ങള് അത് നീക്കാനുള്ള സബബാണ്. അങ്ങനെയാണ് നമ്മളെ വാപ്പയെല്ലാം പഠിപ്പിച്ചത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അന്ന് ഈ ആശുപത്രിയും മറ്റു കാര്യങ്ങളൊന്നും കാര്യമായി ഇല്ലാത്ത സമയമാണല്ലോ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ തങ്ങൾ വരുന്നവരെ കാത്തു നിൽക്കലാണ്. അന്ന് വാട്സപ്പും ഞാൻ പറഞ്ഞ പോലെ മെസ്സേജ് അയക്കാനും ഫോൺ വിളിക്കാനും സൗകര്യമൊന്നുമില്ല. തങ്ങൾ വരുന്നവരെ കാത്തു നിൽക്കലാണ്. ഖലാ എന്തെങ്കിലും അത്യാവശ്യം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരാവലോ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരുന്നുണ്ടെങ്കിൽ തങ്ങൾ അറിഞ്ഞിട്ട് വരുന്നത് പോലെ തങ്ങൾ ഏതായാലും പെരുമ്പട്ടയിലെത്തും. ഇത് ആ നാട്ടിലുള്ള പഴമക്കാരായ നമ്മളെ ബാപ്പന്റെ എല്ലാം പ്രായമുള്ള ആളുകൾ സ്ഥിരമായി പറഞ്ഞു വരുന്നൊരു പരിപാടിയാണ്. വോട്ട് ശരിക്കും റോഡില്ലാത്ത സമയത്ത് നീലേശ്വരം തൃക്കരിപ്പൂര് ഭാഗത്തു നിന്നൊക്കെ വോട്ടിലാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പെരുമ്പട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജലപാതയിലൂടെയാണ് തങ്ങളവറുകൾ അന്ന് വരിക. പിന്നീടാണ് ബസ്സൊക്കെ വന്നിട്ടുള്ളത്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഈ ബോട്ടുണ്ട്, പിന്നീട് ബസ് വന്നു. ഞാൻ പറഞ്ഞത്, മഹാന്മാരായ സാദാത്യങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ കിട്ടുന്ന ഗുണം ഒന്ന്, ഏറ്റവും പ്രധാനമായി നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടുമെന്നതാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ദുന്യാവിന്റെ പ്രതിസന്ധികളാണെങ്കിലും ആ പ്രതിസന്ധികളും തീരാൻ, ആ വിഷമങ്ങളും തീരാൻ മഹാന്മാരുടെ ഒരു തലോടൽ, മഹാന്മാരുടെ ഒരു ആശീർവാദം, ഒരു ദുആ, അത് വലിയ ഫഅസാലത്ത് ബിലംസിഹാ കുല്ലദാഇൻ അക്ബറതുഹു അതിബ്ബതും വഇസാഉ. ഇഷ്ക് കൊണ്ട് കടൽ തീർത്ത ഇമാം ബുസൂരി തങ്ങളുടെ ഖസീദത്തുൽ ഹംസിയ, അതിൽ മഹാനവർകൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറഞ്ഞിട്ട് പറഞ്ഞതാണ്, ഫഅസാലത്ത് ബിലംസിഹാ കുല്ലദാഇൻ അക്ബറതുഹു അതിബ്ബതും വഇസാഉ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ കരസ്പർശനത്താൽ തങ്ങളെ കൈകൊണ്ടൊന്ന് തൊട്ടാൽ വലിയ രോഗങ്ങളാണ് എന്ന് ഡോക്ടർമാരും രോഗികളും പേടിക്കുന്ന രോഗങ്ങൾ. ഇന്നിപ്പോ അങ്ങനല്ലേ, മാരകമായ ക്യാൻസറാന്ന് പറയാൻ ആൾക്ക് പേടിയാണ്. അള്ളാഹുവിൽ നമ്മൾ അങ്ങനത്തെ രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ചില ആള് പറയും രോഗം മറ്റെന്തോ ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇനി അയാൾ ചികിത്സിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ള അർത്ഥത്തിനാണ്. അള്ളാഹു അങ്ങനത്തെ രോഗങ്ങളൊന്നും നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. മഖൂഫായ രോഗം അക്ബറതുഹു അതിബ്ബതും വഇസാഉ, രോഗികളും ഡോക്ടർമാരും വലിയ ബഹുമാനമുള്ള രോഗമാണ്, പേടിപ്പെടുത്തുന്ന രോഗമാണ് എന്ന് പറഞ്ഞ് എത്ര രോഗങ്ങളാണ് ഫഅസാലത്ത് ബിലംസിഹാ സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശനത്താൽ നീങ്ങിപ്പോയത്. ആ നുബുവത്തിന്റെ പ്രകാശമാണ് അഹ്ലുബൈത്ത്. അതുകൊണ്ട് തന്നെ അഹ്ലുബൈത്തിനെ സ്നേഹിച്ച്, കൽബുകൊണ്ട് സ്നേഹിച്ച്, ദുന്യാവിന്റെ കാര്യലാഭത്തിന് സ്നേഹിച്ചത് കിട്ടുമെന്ന് എനിക്കറിയാൻ പറയാൻ പറ്റൂല. അതേ സമയത്ത് കൽബുകൊണ്ട് സ്നേഹിച്ചാൽ ദുന്യാവും ആഖിറവും രക്ഷപ്പെടും. ദുന്യാവും ആഖിറവും രക്ഷപ്പെടും. എല്ലായിടങ്ങളിലും അവരുടെ ബഹുമാനം കിട്ടും, എല്ലായിടങ്ങളിലും അവരുടെ തണലും സന്തോഷവും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ നാട്ടുകാർ മഹാനരായ ശേഷേക്ക് തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ്. അങ്ങനെ ധാരാളം ഇടങ്ങളുണ്ട്. പഴയ കാലത്ത് ആശുപത്രികൾ ചലിക്കുന്ന ആശുപത്രികളായിരുന്നു മഹാന്മാരായ സാദാത്യങ്ങൾ. അന്ന് ആശുപത്രിയില്ല, അന്ന് ഇത്രമാത്രം രോഗികളും ഇല്ല. ഇന്നിപ്പോ ആശുപത്രികൾ കുമിഞ്ഞു 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 കൂടുകയാണ്. അതേ സമയത്ത് മരുന്ന് ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ് അടിച്ച് കയറി തന്നെയാണ്. എവിടെയൊക്കെ ഹോട്ടലും എവിടെയൊക്കെ ബേക്കറിയും തുടങ്ങുന്നുണ്ടോ അവിടെയൊക്കെ ആശുപത്രിയും വരികയാണ്. അല്ലാഹു തആല നമുക്കെല്ലാം നല്ലത് കഴിക്കാനും മോശമായത് കഴിക്കാതിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഞാൻ അങ്ങോട്ട് കടന്ന് പ്രസംഗിക്കല്ല, ഞാൻ പറഞ്ഞത് രോഗങ്ങളൊക്കെ കയറി വരുന്ന ഖിയാമത്തിന്റെ കാലമാണ്. പഴയ കാലത്ത് ആശുപത്രികളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ചലിക്കുന്ന ആശുപത്രികളും ചലിക്കുന്ന ഡോക്ടർമാരുമായിരുന്നു ഈ മഹാന്മാരായ സാദാത്യങ്ങൾ. അവര് ചികിത്സിക്കുമ്പോഴുണ്ടായ ഒരു പ്രത്യേകത എന്താണ്? അവർ ഈ ശരീരത്തിന്റെ പുറത്ത് കാണുന്ന ഏതെങ്കിലും വ്രണത്തിന് മാത്രമായിരുന്നില്ല അവരുടെ ചികിത്സ, കൽബിന്റെ വ്രണത്തിനും അവർ ചികിത്സിച്ചിരുന്നു എന്നതാണ് ആ ഡോക്ടർമാരുടെ പ്രത്യേകത. അതിബ്ബത്തുൽ ഖുലൂബ്, അവര് ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ്. അവര് ശരീരത്തിന്റെ പുറത്ത് കാണുന്ന പാടുകൾക്ക് മാത്രമല്ല. ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയാൽ അയാൾ ഓയിൻമെന്റ് തരുന്നത് പുറത്തുള്ള പാട് കളയാനാണ്, ഉള്ളിലുള്ള അതിന്റെ വൈറസ് കളയാനാണ് ഗുളിക തരുന്നത്. ഇത് രണ്ടിന്റെയും പുറമെ
കൽബിന്റെ രോഗങ്ങളെ മാറ്റിയെടുക്കാനും ചികിത്സിക്കാനും സ്ഫുടം ചെയ്തെടുക്കാനുമുള്ള ഏറ്റവും നല്ല മരുന്നും ചികിത്സയും തരാൻ കഴിവുള്ളവരായിരുന്നു ആ മഹാന്മാരായ സാദാത്യങ്ങൾ. അതാണല്ലോ ശരിക്കും രോഗം. ഒരാൾ ദുനിയാവിൽ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നു, കടുപ്പമുള്ള രോഗം അല്ലാഹു തആല കാക്കട്ടെ. അയാൾ മരിച്ച് കണ്ണടച്ച് പിരിഞ്ഞു പോയാൽ പിന്നെ അയാൾ പേടിക്കണ്ടയില്ല. കാരണം അയാൾക്ക് ആഖിറത്തിൽ രക്ഷയുണ്ടെങ്കിൽ പിന്നെ അയാൾ പേടിക്കണ്ടയില്ല. ശരിക്കുള്ള രോഗമെന്ന് പറയുന്നത് പുറത്തുള്ള രോഗമല്ല, ഉള്ളിലുള്ള രോഗമാണ്. ക്യാൻസർ പിടിച്ചോന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വലിയ കിഡ്നിന്റെ രോഗമുള്ളവന് ഈമാൻ അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അല്ലാഹു തആല കൂലി കൊടുത്തുകൊണ്ടിരിക്കും. ദുനിയാവെന്ന് പോകലോടുകൂടി ആഖിറത്തിൽ സന്തോഷം കിട്ടും. അതേ സമയത്ത് ഓന്റെ കൽബിനും രോഗമുണ്ട്, ഓന് ഈമാനിൽ പ്രശ്നമുണ്ട്, ഓന് തഖ്വയില്ലാത്തവനാ, ഓൻ ഫിസ്കുള്ളവനാ, ബിദ്അത്തുള്ളവനാ. എന്നാൽ ഓന്റെ ഈമാനും ശരിയില്ല, ഓൻ ദുനിയാവിലും പ്രയാസപ്പെടും, കണ്ണടച്ച് പിരിഞ്ഞ് അതിനേക്കാളും വലിയ ഇടങ്ങേറ് ഖബറിലും ആവും. ഈ മഹാന്മാരുടെ ചികിത്സ ഈ രോഗത്തിന് മാത്രമല്ല, ആഖിറത്തിലേക്ക് പോകുമ്പോ അവിടെ രക്ഷ കിട്ടാനുമുള്ള ചികിത്സ കൂടിയാണ് മഹാന്മാരായ ശശിക്ക് തങ്ങളടക്കമുള്ള സാദാത്യങ്ങൾ നടത്തിയത്. ആ സാദാത്യങ്ങളുടെ മക്കളായി അവരെ മുരീദുമാരായി രണ്ടുപേരും അല്ലാഹു തആല, ഇവിടെ ഏട്ടന്മാരൊക്കെ എനിക്ക് പരിചയമുണ്ട്, അല്ലാഹു തആല അവരൊക്കെ പൊരുത്തവും പിടുത്തവും അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ ജനിച്ചു വളർന്നത് വളപട്ടണത്താണ്. വളപട്ടണം ജുമാഅത്ത് പള്ളിയിൽ മുദരിസാകാൻ വേണ്ടി കുറച്ചു കാലം ഭാഗ്യം കിട്ടിയത് കൊണ്ട്, ആ തങ്ങന്മാരുടെ ഇടയിൽ തന്നെ അങ്ങോട്ട് ജീവിച്ചത് കൊണ്ട് കുറേ തങ്ങന്മാരെ കുടുംബവും പരമ്പരയൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലാഹു തആല ഉറക്കെ ബർക്കത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ മഹാനരായ ബാപ്പയിൽ നിന്ന് ഈ മഹാന്മാരായ മക്കളും അൽഹംദുലില്ലാഹ് അവിടുത്തെ ചികിത്സയുടെയും ആത്മീയ ചികിത്സയുടെയും മറ്റെല്ലാ ഇജാസത്തും വാങ്ങി തങ്ങളുടെ അടുത്ത് പഠിച്ചു. തങ്ങളെ കൂടെ ഉപ്പന്റെ കൂടെ അങ്ങോട്ട് ജീവിച്ചു. ബാപ്പന്റെ മക്കളായി അവരുടെ ഖിദ്മത്തിലായി ജീവിച്ച് അവരെ പൊരുത്തം കിട്ടി എന്ന് മാത്രമല്ല, ആ ബാപ്പന്റെ കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്ക് പരിചയപ്പെടുത്തി ഏൽപ്പിച്ചു തന്നവരാണ് ഈ മഹാന്മാർ. അതുകൊണ്ട് ഈ മഹാന്മാരായ സദാത്യങ്ങളെ കൊണ്ട് മന്ത്രിപ്പിക്കലും ദ്വാരപ്പിക്കലും നമ്മൾ ചെയ്യുന്നതാണ്, ഞാൻ പറയേണ്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ് തങ്ങൾക്ക് അല്ലാഹു തആല സന്തോഷം, ഏട്ടനും അല്ലാഹു തആല സന്തോഷം നൽകട്ടെ, അനുജൻ തങ്ങൾക്കും അല്ലാഹു തആല സന്തോഷം നൽകട്ടെ, എല്ലാ ഖൈറും അല്ലാഹു നൽകട്ടെ. തങ്ങളുടെ ദുആഇന് ശേഷം ഇൻഷാ അല്ലാഹ് തങ്ങളുടെ നസീഹത്തും കാര്യങ്ങളൊക്കെ നടക്കും. ഞാനൊരു വാളിന് വന്നതല്ല, തങ്ങൾ പാപ്പയുടെ ആണ്ടായതുകൊണ്ട്, എൻ്റെ ബാപ്പയുടെ ശേഖുമായതുകൊണ്ട് തങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. 4-5 വർഷം മുൻപൊരിക്കൽ വന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ മദത് നമുക്ക് ചൊരിച്ചു നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും സാദാത്യങ്ങളെ സ്നേഹിച്ചത് കൊണ്ടുള്ള സന്തോഷം അല്ലാഹു തആല നൽകട്ടെ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.